ഒരു കുടുംബത്തിലെ 4 പേരെ കൊന്ന വീടിൻ്റെ കഥ. വെൽക്കം ബാക്ക് ടു. അപ്പോൾ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് വെച്ചാൽ 2002 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ടൗണുമായിട്ട് കുറച്ചും കൂടെ അകത്തോട്ട് കയറി വന്നു. ഇത് ഈ ഒരു ഗ്രാമത്തിൽ തന്നെയാണ് അവിടെ ചെറിയ രീതിയിൽ കവലയൊന്നുമില്ല, ആ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നത്. സോ അവിടത്തേക്ക് താമസിക്കേണ്ട വരികയാണ് ഈ ഒരു കുടുംബത്തിലുള്ള ആ ഒരു 4 പേര്. അപ്പോൾ ഇവർക്ക് ആകെപ്പാടുള്ളത് അവിടെ ഒരു 4 സെന്റ് വസ്തു, അതായത് ആ ഒരു ചുറ്റുപാട് ഫുള്ള് റബ്ബർ തോട്ടങ്ങൾ. ആ റബ്ബർ തോട്ടം നടുക്കാണ് ഇവർക്ക് ഒരു 4 സെന്റ് വസ്തുക്കളുള്ളത്. അപ്പോൾ ആ ഒരു വസ്തുവിൽ ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് പഞ്ചായത്ത് ഒരു വീട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വീട് കിട്ടിയതിന് ശേഷമാണ് ഇവർക്ക് ആ ഒരു കുടുംബത്തിലുള്ള ഓരോരുത്തരായിട്ട് മരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അതായത് ഈ ഒരു വീട് വെച്ച് അയച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവരുടെ ആദ്യത്തെ മകള് കഴുത്തറുത്ത് മരിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇതിനുള്ള സാഹചര്യവും അതുപോലെ തന്നെ എന്താണ് കാരണമെന്ന് ഇപ്പോഴും ആർക്കും തന്നെ അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, ആത്മഹത്യക്കുള്ള കേസും കാര്യങ്ങളെല്ലാം പോലീസിന്റെ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞ് ഇത് എല്ലാവരും ജസ്റ്റ് ഒരു മിത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെറിയൊരു കുടുംബ പ്രശ്നം കാരണമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. സോ അവിടെ ചില നാട്ടുകാർ ഇതൊന്നും എന്തോ ഒരു പ്രേതബാധ ശല്യമുള്ള ഒരു ഏരിയയിൽ ഒരു താമസം തുടങ്ങിയോണ്ടാണ് ആ ഒരു ശല്യത്തിൽ തീർന്നതാണ് എന്നാണ് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അതെല്ലാം കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ അനിയൻ, ഒരു ചെറുപ്പക്കാരനാണ്, ഏകദേശം 20-25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവർ മരിക്കുകയാണ്. ആ മരണമെന്ന് വെച്ചാൽ വളരെ ഒരു സ്വാഭാവികമായിട്ടുള്ള മരണമല്ല. അതായത് ആ ഒരു കവലയിലുള്ള ആളുകളുമായിട്ട് ചെറിയൊരു അടിപിടി കേസിൽ ഈ ഒരു ചെറുപ്പക്കാരൻ ഏർപ്പെടുകയാണ്. ചെറുപ്പക്കാരനായാലും തന്നെ ആ ഒരു ചോരത്തിളപ്പിൽ ഓരോന്നും ചെയ്യുകയും പറയുകയും ചെയ്തു. അപ്പോൾ ഇതിലെല്ലാം ആ ഒരു കവലയിലുള്ള അടിപിടിയിലെല്ലാം കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വരികയാണ്. അമ്മയോട് ഈ ഒരു സങ്കടപരമായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ പറയുന്നത് ഇതെല്ലാം നീ വിട്ട് കളയണം, മറക്കണം, വേറെ വിഷയമൊന്നുമില്ലെന്നും പറഞ്ഞ പോകുന്ന അമ്മ പിന്നെ കാണുന്നത്, അതായത് ആ ഒരു റബ്ബർ ഷീറ്റിന് പെരിയിടത്തിലുള്ള ആ ഒരു ആസിഡ് എടുത്ത് കുടിക്കുന്ന ആ ഒരു ചെറുപ്പക്കാരനെയാണ് അമ്മ കാണുന്നത്. സോ ആസിഡ് എടുത്ത് കുടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ മരണവിപ്രാളം കൊണ്ട് അവിടെ കിടന്ന് പൊളയുകയാണ്. സോ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മയും ഈ ഒരു ആസിഡ് എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. സോ പോകെ ഇത് ഏകദേശം നട്ടുച്ചയ്ക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സോ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വണ്ടി വിളിച്ച് ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കും ഈ ഒരു അമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2ാമത് ആസിഡ് കുടിച്ച് ആ ഒരു അമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മകൻ പിന്നെയാണ്, അതായത് 2ാമത്തെ ദിവസമാണ് മകൻ പിന്നെ മരിക്കുന്നത്. ആ ഒരു അടക്കം, ഇത് ആ ഒരു ക്രിസ്ത്യൻ സമൂഹമായിരുന്നു. ആ ഒരു ശവശരീരങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, ഞാൻ നല്ല രീതിയിൽ കൊച്ചായിരുന്നു. ഫസ്റ്റ് അവരുടെ അമ്മയാണ് മരിക്കുന്നത്, 2ാമതാണ് ആ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ആ ഒരു കുടുംബത്തിലെ 3 പേരും മരിച്ചു തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലുള്ള ഒരാൾ, അതായത് ഇവരുടെ എല്ലാ അച്ഛനും അമ്മയും ആ മരിച്ചുപോയ അമ്മയുടെ ഭർത്താവ്, അവരും കൂടി മാത്രമേ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സോ അവർ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു. ആ ഒരു വീട്ടിലെന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. അതായത് ചെറിയൊരു പെട്ടിക്കട അവർ ഇടുകയും അതിനുള്ള ചെറിയൊരു വരുമാനം കൊണ്ട് ആ ഒരു ഞാൻ ഏകദേശം 8-ലോ 9-ലോ പഠിക്കുമ്പോൾ ആ ഒരു അപ്പൂപ്പനായിട്ടുണ്ടായിരുന്നു ആ ഒരു മാവെന്ന് പറയുന്നത്. ആ ഒരു മാവിന് പോകെ എന്താണ് കാരണം, അതായത് അതായത് ആരോഗ്യ സംബന്ധമായ പ്രശ്നം കൊണ്ടാണ് മരിച്ചതെന്നാണ് അവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. ആ ഒരു അപ്പൂപ്പന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്കൊരു 10-11 വയസ്സായപ്പോഴത്തേക്ക്. സോ എന്തായിരുന്നാലും ആ ഒരു ഏരിയയിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ ഒരു വീട്ടിൻ്റെ അകത്താണ് ഇവരുടെ 4 പേരുടെ കല്ലറകളും ഉള്ളത്. ആ ഒരു വീട് ഇന്നും അവിടെ അതേപോലെ തന്നെയുണ്ട്. എന്നാൽ അവിടെ വലിയ രീതിയിൽ ആരും അങ്ങോട്ട് പോകാറുമില്ല. സോ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതായത് 2002 കാലഘട്ടത്തിലുള്ള റബ്ബർ തോട്ടങ്ങൾ ഒരു അടക്കം പോലും മാറ്റമില്ലാതെ ആ ഒരു വീടിന് ചുറ്റും ഇപ്പോഴും ഉണ്ടെന്നാണ് അർത്ഥം. അതായത് ആ ഒരു സ്ഥലം വാങ്ങാനോ വിൽക്കാനോ ആളുകൾ വന്നെങ്കിലും പിന്നീട് എന്തൊക്കെ തടസ്സങ്ങൾ മൂലം ഇപ്പോഴും വിൽക്കാതെ ആ ഒരു ഏരിയയിൽ ആ ഒരു റബ്ബർ തോട്ടങ്ങൾ, ആ ഒരു വീട് ഇപ്പോഴും തന്നെ ഉള്ളതാണ്. സോ എന്തായിരുന്നാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയുക. സോ ഇതെന്തായാലും ഒരു മിത്താണോ, അല്ലെങ്കിൽ ഒരു വിധിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രേതബാധയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. സോ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.